നമസ്കാരം. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഒത്തിരി മീഡിയകളിൽ കാണാനിടയുണ്ടായി, സ്ത്രീജനങ്ങളാണ് കൂടുതൽ MDMA വിൽപ്പന നടത്തുന്നത്. ശരിക്കും ഇതൊരു വിൽപ്പന വസ്തുവാക്കി മാറ്റിയോ? എന്താണ് ചേട്ടൻ പറയാനുള്ളത്? ഇത് തീർച്ചയായിട്ടും ഒരു വിൽപ്പന വസ്തുവാക്കി മാറ്റിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മനുഷ്യരുടെ ആർഭാട ജീവിതം, അതായത് എല്ലാ മനുഷ്യരും ഞാൻ പറയുന്നില്ല, യുവതലമുറയുടെ ആർഭാട ജീവിതം, പണത്തിനോടുള്ള ആസക്തി, ഇങ്ങനെയുള്ളതിൻ്റെ പേരിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പൈസ കൂടുതൽ കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഈ വില കൂടിയതായിട്ടുള്ള ഈ MDMA ഒക്കെ വിൽക്കുന്നത്. അതിന് സ്ത്രീകളെ ക്യാരിയറാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ണികളിൽ ചിലപ്പോൾ പുരുഷന്മാരുണ്ടാവും, അവരുടെ അടുത്തേക്ക് ചിലപ്പോൾ ഈ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഈ പുരുഷന്മാരെ ഈ പെണ്ണുങ്ങളെ സുഹൃത്തുക്കളാക്കി ആദ്യം വലയിലാക്കുകയും സുഹൃത്തുക്കളാക്കിയിട്ട് അവർ മുഖാന്തരമാണ് ഈ നടത്തുന്നത്. അപ്പോൾ ഈ പെൺ സുഹൃത്തായിട്ടുള്ളവർക്കും കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം കിട്ടുന്നുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ അതുകൊണ്ട് അതിന് സന്നദ്ധരാവുകയാണ്. കാരണം എന്ന് വെച്ചാൽ കുറഞ്ഞ സമയം കൊണ്ടല്ല ഇങ്ങനെ ഇത്രയും പൈസ കിട്ടുന്നത്. പക്ഷേ ഇവർ ഈ സമൂഹത്തിന് ഇങ്ങനെ ചെയ്യുന്ന ഈ വിഷവിത്ത് വിതരണങ്ങൾ വളരെ അപകടം പിടിച്ച കാര്യങ്ങളാണ്. ഒരുപാട് കുടുംബങ്ങൾ നശിക്കുന്നു, ഒരുപാട് യുവാക്കൾ നശിക്കുന്നു. ഇതെല്ലാം നശിക്കുകയാണ്. ഈ വിൽക്കുന്നവർക്ക് എന്തായാലും സമൂഹ പ്രതിബദ്ധത എന്നുള്ളവരെല്ലാവരും. സത്യാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുടുംബം നോക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഈ ഒരു വിൽപ്പന 100 കുടുംബങ്ങൾക്കാണ് നാശം വിതയ്ക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെ, ഒരു കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഒരു കുടുംബം നോക്കൽ മാത്രമല്ല അതിനകത്തുള്ള പ്രശ്നം. അതിനകത്ത് ഈ വിൽക്കുന്നവരുടെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർഭാടമായിട്ട് ജീവിക്കുന്നതിനായിട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഒട്ടനവധി കുടുംബങ്ങൾ, 100 കണക്കിന് കുടുംബങ്ങളാണ് ഇതുകൊണ്ട് നശിക്കുന്നത്. കാരണം ഒരുപക്ഷെ ഈ യുവാക്കളും യുവതികളൊക്കെ ചിലപ്പോൾ ഓരോ കുടുംബങ്ങളിലും 1ഉം 2ഉം ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഇവരൊക്കെ തന്നെ ഇതെല്ലാം ഉപയോഗിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് വന്ന് ഇത് കുടുംബങ്ങളും നശിക്കുന്നു. കുടുംബങ്ങൾ നശിക്കുമ്പോൾ സമൂഹത്തിന് മൊത്തം ബാധിക്കുകയല്ലേ. ഓരോ കുടുംബങ്ങളും നശിക്കുമ്പോൾ അത് സമൂഹത്തിന് മൊത്തം ബാധിക്കുകയാണ്. കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ കേന്ദ്രബിന്ദുവായിട്ടുള്ള ഇതാണ്. അങ്ങനെ ഓരോ കുടുംബങ്ങളിൽ സംഭവിക്കുമ്പോൾ വളരെയധികം രൂക്ഷമായ ഭാവി പ്രശ്നങ്ങൾ ഈ സമൂഹത്തിലുണ്ടാകും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ശരി, ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇത് കേരളത്തിലേക്ക് ഈയിടെയാണ് അതിക്രമിച്ച് കയറിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അന്യ സംസ്ഥാന തൊഴിലാളികളാണോ ഇതിനകത്ത് കൂടുതൽ കൈ കടത്തിയിരിക്കുന്നത്? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് ഇതിന് പ്രധാനമായിട്ട്. അതിലധികവും അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നിരിക്കുന്നത് ഇവിടെ വരുന്നതിന് ഇപ്പോൾ ഈ സാധാരണ അവരൊക്കെ ഈ ആസാംകാരോ ഒറീസക്കാരോ മറ്റുള്ള വടക്കൻ സ്റ്റേറ്റുകളിലുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ കാരിയറായിട്ടൊക്കെ വന്ന് ഇവിടെ എല്ലാവർക്കും അത് വിൽക്കാനുള്ളവർക്കൊക്കെ വിതരണം ചെയ്ത് ഇവർ എത്രയും പെട്ടെന്ന് കാശുണ്ടാക്കാനുള്ളത്. പിന്നെ നമ്മുടെ കേരളത്തിൽ വരണമല്ലോ, ഇപ്പോൾ ഏത് സ്റ്റേറ്റിലും അങ്ങനെയൊക്കെ തന്നെ. ILP ഇല്ലല്ലോ, അതായത് ഇന്നർ ലൈൻ പാസ് ഒന്നും ഇല്ലല്ലോ. ആർക്കും എപ്പോൾ വേണമെങ്കിലും പോകാം എന്നുള്ള കണ്ടീഷനാണല്ലോ ഉള്ളത്. ആരും അങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു സംവിധാനമൊന്നും ഇവിടെയില്ല. അത് അത്ര പ്രായോഗികമല്ല. അത് സസൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക എന്നുള്ളതൊന്നും അത്ര പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളുമല്ല. ഈ ലഹരിക്കടത്തിൽ ട്രെയിൻ മാർഗമുള്ള ലഹരിക്കടത്ത് തടയാൻ എന്താണ് മാർഗം? ഒട്ടനവധി ക്രൈമുകൾ നടന്നിരിക്കുന്നത് ട്രെയിൻ വഴിയാണ്. ട്രെയിൻ മാർഗമുള്ള ലഹരിക്കടത്തിന് തടയാൻ യാതൊരു മാർഗവും കേരളത്തിലില്ലേ? ട്രെയിൻ മാർഗം വരാനുള്ളത് തടയാന്ന് വെച്ചാൽ ഇത് ട്രെയിനിൽ കയറുന്ന സമയത്ത് തന്നെ ഓൺ ദി സ്പോട്ടിൽ അതെല്ലാം പിടിക്കാനുള്ള സംവിധാനങ്ങൾ ആദ്യം ശക്തിപ്പെടുത്താനുള്ളത്. ട്രെയിനിൽ ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്നോ ഉത്തർപ്രദേശിൽ നിന്നോ അതല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ നിന്നോ അല്ലെങ്കിൽ ആസാമിൽ നിന്നോ ഒറീസയിൽ നിന്നോ എവിടെ നിന്നെങ്കിലൊക്കെ വരികയാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ അത് പിടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യൽ ഒരുപാട് ആളുകൾ നേരത്തെ ഇടുക്കിയിലും വയനാടും മറ്റുമൊക്കെ കഞ്ചാവ് കൃഷിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നിരന്തരം റെയ്ഡ് ചെയ്തും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത് എല്ലാം നശിപ്പിക്കപ്പെടുകയും തീടുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ അത് ഇവിടെ ഈ കേരളത്തിൽ ഇപ്പോൾ വളരെ അതിൻ്റെ ഉൽപ്പാദനം കുറവാണ്. ഉൽപ്പാദനം കുറഞ്ഞപ്പോൾ ഇത് ഉൽപ്പാദിപ്പിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ വേറെ സ്റ്റേറ്റിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെയാണ് ഇവരെല്ലാം കൃഷി ചെയ്തിട്ട് ഇവിടെ അവിടെ കൃഷി ചെയ്ത് ഉൽപ്പാദനം നടത്തിയിട്ട് അത് ഇങ്ങോട്ടേക്ക് കയറ്റി വിടുകയാണ്. അതിനാണ് ഈ ബംഗാളികളെയും മറ്റുള്ള ബംഗാളികളെന്ന് ഞാൻ പറയുന്നില്ല, ആരെയും അങ്ങനെ ആക്ഷേപിച്ച് പറയുന്നില്ല. അങ്ങനെ പലരെയും അത് ഏകദേശം കൊടുത്തയക്കുന്നു. ഇവർക്ക് പണമുണ്ടാക്കാനുള്ള രീതിയിൽ വളഞ്ഞ വഴിയിൽ പണം ഉണ്ടാക്കുക, ആർഭാടത്തോടെ ജീവിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ
നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സത്യത്തിൽ വിദേശികൾ ഒരു വിനോദസഞ്ചാരം എന്ന നിലയിലാണ് മുൻപ് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ലഹരി മരുന്നിൻ്റെ ഒരു കലവറ എന്നാണ് കേരളം അറിയപ്പെടുന്നത്. അതിനു മുൻപേ തന്നെ കേരളം ഒരു ഭ്രാന്താലയമെന്ന് ഒരു തവണ വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും തമ്മിൽ എന്താണ് ബന്ധം? അത് ശരിക്കും ഭ്രാന്താലയം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യം വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തിനെ ഉദ്ദേശിച്ച് തന്നെയാണ്. അതായത് മനസ്സിൻ്റേതായിട്ടുള്ള നമ്മുടെ ചിന്താഗതികൾക്ക് ഒരു വീണ്ടും വിചാരബോധമൊന്നുമില്ല. അതിൻ്റെ പേരിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വീണ്ടും വിചാരം ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ മറ്റു കുടുംബങ്ങളെയൊക്കെ നശിപ്പിക്കണം, അതിൻ്റെ മറ്റുള്ളവരുടെ മക്കളെല്ലാവരും നശിച്ചു പോകണമെന്ന് കഴിഞ്ഞാൽ ഇനി ഒരു വീണ്ടും വിചാരമുള്ളവൻ പ്രവർത്തിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു വീണ്ടും വിചാരമൊന്നും ഈ കൊണ്ടുവരുന്നവർക്കില്ല. അതിപ്പോൾ വേറെ കാര്യമുണ്ട്. ഇതിപ്പോൾ സാധാരണഗതിയിൽ വിദേശത്ത് നിന്ന് വരെയും വരുന്നുണ്ടെന്നാണ്. കൊറിയർ വഴിയും മറ്റെല്ലാം ഇവിടെ വരുന്നുണ്ട്, വിമാനത്താവളങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ കേട്ടത് 6800 കോടി രൂപയുടെ ആയിട്ട് മയക്കുമരുന്ന് പിടിക്കപ്പെട്ടത് ഗുജറാത്ത് കണ്ട്ല തുറമുഖത്തു നിന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ തുറമുഖങ്ങൾ വഴിയും എയർപോർട്ട് വഴിയും സീപോർട്ട് ആൻഡ് എയർപോർട്ട് വഴിയൊക്കെ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് എന്താണെന്നുള്ളതൊന്നും നമുക്ക് ഒരു പിടിപാടും കിട്ടുന്നില്ല. അപ്പോൾ ഇത് ലോകവ്യാപകമായിട്ടുള്ളതിൻ്റെ ഒരു കണ്ണികളാണ്. ഇതൊക്കെ ചെയിൻ സിസ്റ്റമായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സമൂഹത്തിന് നല്ല രീതിയിലുള്ള ബോധവൽക്കരണം. നേരത്തെ കാലത്ത് ഇവിടെ എല്ലാ ഗ്രാമങ്ങളിലും ഒരു ക്ലബ്ബുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നുമില്ല, അതൊക്കെ നിന്ന് പോയി, അതൊക്കെ കുറഞ്ഞു പോയി. ഇപ്പോൾ ആകെ ഉള്ളത് ഒരു ആൻഡ്രോയിഡ് ഫോൺ സംവിധാനമുണ്ട്. ഈ ആൻഡ്രോയിഡ് ഫോൺ സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കണമെന്നില്ലല്ലോ. ഇപ്പോൾ വാട്സപ്പ് ചാറ്റിങ്ങോ എന്തെങ്കിലും ഫേസ്ബുക്ക് ചാറ്റിങ് ചെയ്താലും മതിയല്ലോ, നമ്മുടെ ആശയങ്ങൾ കൈമാറാമല്ലോ. അപ്പോൾ ആ മയക്കുമരുന്ന് സംബന്ധിച്ചുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുന്നുണ്ടാവുമെന്നാണ്. അതിൽ കോഡ് ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഇങ്ങനെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സ്ത്രീ ജനനേന്ദ്രിയം വഴിയാണ് MDMA സൂക്ഷിച്ച് പോകുന്നത് എന്ന് കേട്ടു. അതിനെക്കുറിച്ച് എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഇത്തരം വലിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് എന്താണ് പറയാം? അത് കേട്ടു എന്നല്ല, അത് യാഥാർത്ഥ്യമാണല്ലോ. ശരിക്കും ജനനേന്ദ്രിയം രഹസ്യഭാവം അത് വെച്ചാണ് കൊണ്ടുവന്നതെന്നാണ് എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഏത് വിധത്തിലുള്ള കുൽസിത മാർഗങ്ങൾ സ്വീകരിക്കും, അതിൽ തർക്കമൊന്നുമില്ല. കുൽസിത മാർഗങ്ങളൊക്കെ എന്തായാലും മുഖ്യം സാമ്പത്തികമാണ്. കുടുംബത്തിന് വേണ്ടി സാമ്പത്തികം ഉണ്ടാക്കുക എന്നുള്ളൊരു തെറ്റായ ശൈലിയിലുള്ള ഒരു സഞ്ചാരമാണ് ശരിക്കും ലഹരിക്കടത്തും ലഹരിയുടെ ഉപയോഗവും അതോടൊപ്പം ലഹരി സൂക്ഷിക്കുന്നതും മറ്റുള്ളവർക്ക് കൈമാറുന്നതും ശരിക്കും വളരെ വലിയൊരു ശിക്ഷാർഹമായൊരു നടപടി വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ശരിക്കും കേരള ഗവൺമെൻറ്റിന് ഇതിന് ഒരു തെറ്റായ രീതിയിലുള്ള സഞ്ചാരമാണോ പറയാനുള്ളത്? അല്ലെന്നുണ്ടെങ്കിൽ അവർ മുൻകൂട്ടി നിയമ നടപടികൾ വളരെ കൃത്യമായി എടുക്കേണ്ട സമയം അതിക്രമിച്ചോ? അത് നിയമ നടപടികൾ കർശനമായിട്ട് എടുക്കണം. പക്ഷേ ഇപ്പോൾ എഴുതി വെക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങളിലെല്ലാം അപര്യാപ്തതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് കുറഞ്ഞാൽ ചിലപ്പോൾ സ്റ്റേഷൻ ജാമ്യം വരെയും കിട്ടുന്നൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ ഇതെല്ലാം മാറ്റണം. ഇത് അളവ് കുറയുന്നത് നോക്കേണ്ട കാലം. ആര് കൊണ്ടുവന്നാലും കുറച്ചുള്ളെങ്കിലും അതിന് നമുക്ക് അതിനുള്ള ശിക്ഷ നടപടികളും ഉണ്ടാകണം. പിന്നെ ഇതിൻ്റെ എല്ലാം ശരിക്കും വിചാരണകളും മറ്റും നടത്തേണ്ടത് ഫാസ്റ്റ് ട്രാക്ക് കോടതി തന്നെ വേണമെന്നാണ്. പോക്സോന് മാത്രമല്ല ഫാസ്റ്റ് ട്രാക്ക് കോടതി ഉള്ളത്. ഈ വക കാര്യങ്ങൾക്കും ഫാസ്റ്റ് ട്രാക്ക് കോടതി തന്നെ വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ശരിക്കും ഈ ഒരു ലഹരി സൂക്ഷിക്കുന്നതിനായി ചെറിയ പെൺകുട്ടികളുമായി കണക്ട് ചെയ്യുകയും അവരെ പ്രണയം നടിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യത്തിന് വേണ്ട പണം നൽകുകയും അതോടൊപ്പം തന്നെ ഇതൊരു വിൽപ്പന ഒരു മാർഗമായി സ്വീകരിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരും ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ സ്ത്രീജനങ്ങളുടെ ഒരു അവസ്ഥ വളരെ മോശവത്തായ രീതിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സ്ത്രീജനങ്ങൾ മോശമായ ഒരു അവസ്ഥയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ മിക്കവാറും ഞാൻ നോക്കിയിട്ട് ഇത് പാവപ്പെട്ടവരെന്ന് മാത്രം ഞാൻ വക തിരിച്ചു വിടുന്നില്ല, വലിയ കുടുംബങ്ങളിലെ സ്ത്രീകളും ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണം എങ്ങനെ ഏത് മാർഗത്തിലും കൂടിയും സമ്പാദിക്കുക. അതിനാണ് നമ്മൾ പണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ നാണം കെട്ടും പണം ഉണ്ടാക്കുക, നാണക്കിള പണം മാറ്റിയെടുക്കുന്ന രീതിയിൽ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് വേറെ കാര്യം, പാവപ്പെട്ട കുടുംബങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ അവരുടെ വീടുകളിൽ ഒരു നിവൃത്തിയും മറ്റൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലും അതും ചൂഷണം ചെയ്യുന്നുണ്ടാവും. ഈ വിൽപ്പന നടത്തുന്ന ഈ മാഫിയകൾ അതും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടാവും.
കാരണം ഇപ്പോൾ അവർ നോക്കുമ്പോൾ ഒരു പണിയും മറ്റുള്ളവർക്കൊന്നും ഇല്ല. അതിൻ്റെ പേരിൽ നമുക്ക് കുടുംബം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. പക്ഷേ അവരുടെ കുടുംബം മുന്നോട്ട് പോകുന്നതല്ലാതെ മറ്റു കുടുംബങ്ങൾ നശിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നു. ലഹരിക്കടത്തിലൂടെ സ്ത്രീജനങ്ങളെ വശീകരിച്ചതിന് ശേഷം ലഹരികൾ നൽകി വിൽക്കുകയും അതോടൊപ്പം തന്നെ അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം കൂടി ഈ അടുത്ത ദിവസങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. അല്ല, പീഡിപ്പിക്കുന്നതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൈമാറും ചെയ്യുന്നതും മറ്റു കാര്യങ്ങളും എല്ലാം ഇവർ ഈ കൊടുക്കുന്നവർക്ക് ഇവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും. അതെ, അതായത് എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലല്ല ഇവർ അറിയുള്ളൂ. ഇവർ ക്യാരിയറായാലും എല്ലാ ഡീറ്റെയിൽസും ഈ കൊണ്ടുപോകുന്നവരെ പറ്റും എല്ലാം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് മെയിലിങ്ങും എല്ലാ കാര്യങ്ങളും നടക്കും, അത് ഉറപ്പാണ്. അവരെ നഗ്ന ഫോട്ടോസ് അതുപോലെ പല കാര്യങ്ങളും ശേഖരിച്ചതിന് ശേഷമാണ് വീണ്ടും ഇതിനകത്തേക്ക് അവരെ വീണ്ടും വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്നത്. മാർഗമായിട്ട് ബ്ലാക്ക് മെയിലിംഗ് തന്ത്രങ്ങൾ ഇതിനകത്ത് പ്രയോഗിക്കുന്നുണ്ട്. അതായത് തീർച്ചയായിട്ടാണ് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും 2025 കടന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീജനങ്ങളാണ് അധികവും ഈ MDMA അതേപോലെ വലിയ ലഹരി മരുന്നുകൾ കടത്തുന്നതായിട്ട് ഓരോ ദിവസവും പേപ്പറുകളിലും ന്യൂസുകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അവസാനമില്ലേ? അല്ല, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിലുള്ള ആ സദാചാര ചിന്തകൾക്കൊക്കെ വലിയ വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇന്ന് സാധാരണഗതി ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, അത് കാലക്രമത്തിൽ വന്നിരിക്കുന്ന ചില കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ ലിവിങ് ടുഗദർ, ഞാൻ ഒരാളുടെ കൂടെ ലിവിങ് ടുഗദറായിട്ട് കുറേ കാലം ജീവിക്കുന്നു. അവരുടെ എല്ലാം, അതായത് അവരുടെയുള്ള പണം സമ്പാദിക്കുന്നതിനും മറ്റുള്ള പല കാര്യങ്ങൾക്കും അത് ഉപയോഗപ്പെടുത്തുന്നു. അതനുസരിച്ചാണ് ഇതും ഈ ലഹരി വിൽപ്പന വന്നിരിക്കുന്നത്. അപ്പോൾ സമൂഹത്തിലുണ്ടായിരിക്കുന്ന ആ മാറ്റങ്ങൾ അതായത് അപകടകരമായ മാറ്റങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ശരിക്കും വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, അറിവും അടിസ്ഥാനവും പഠിച്ചിരിക്കണം. അതായത് അടിസ്ഥാന രൂപത്തിലുള്ള അറിവാണ് വേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഒരു കുടുംബം എങ്ങനെയാണ് സമൂഹത്തിൽ കൊണ്ട് നടക്കേണ്ടത് എന്നുള്ള ഒരു അറിവ് കുറവ് ഉള്ളവരാണ് ഈ വലിയ പഠനം നടത്തിയിട്ട് ഈ ഒരു കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ പഠനമുണ്ടായിട്ട് കാര്യമുണ്ടോ? വലിയ വിദ്യാഭ്യാസം നേടിയത് കൊണ്ട് കാര്യം. ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ സമ്പാദിക്കുക എന്നുള്ള രീതിയാണ്. പക്ഷേ ഇതിൽ ഈ വിദ്യാഭ്യാസം നടക്കുമ്പോൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധതാബോധം സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത് ഓരോ പ്രവൃത്തിയിലും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോൾ ലഹരി വിൽപ്പന മാത്രമല്ല, പല കാര്യങ്ങളിലും അങ്ങനെ തന്നെ കാണുന്നത്. ഇപ്പോൾ സാധാരണ ഈ ലഹരി വിൽപ്പന എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ടാണ് ഈ കൂടുതൽ പൈസ കിട്ടുന്നത്. ഇപ്പം സാധാരണഗതിയിൽ സാധാരണക്കാരൻ പണിയെടുത്തും ചിലപ്പോൾ മിനിമം ഒരു 6-8 മണിക്കൂറെങ്കിലും പണിയെടുക്കാതെ ഒരു 1000 രൂപ പോലും കിട്ടില്ലല്ലോ. അത് 1000 രൂപ കിട്ടിയാൽ തന്നെയോ അവന് പല ആവശ്യങ്ങളും അതുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ ഈ കിട്ടുന്ന പൈസ ഒരു ചിലവിന് തികയില്ല എന്നുള്ള ധാരണത്തിൽ പുതിയ മേച്ചിൽപ്പുറങ്ങളായി തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പുതിയ മേച്ചിൽപ്പുറത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ ലഹരി വിൽപ്പന അല്ലെങ്കിൽ ഈ കള്ളക്കടത്ത്, സ്വർണം കള്ളക്കടത്ത്, ഇങ്ങനെയൊക്കെ അത് അതിൻ്റെ മാർഗ്ഗങ്ങൾ തന്നെയാണ്. അതായത് സമൂഹത്തിന് യോജിക്കാത്തതും നിയമവാഴ്ചയ്ക്കും യോജിക്കാത്ത രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ കേരളം ഒരു ലഹരിക്കടത്തിൻ്റെ ഒരു കലവറയാണ് എന്ന് ഇനി പറയേണ്ട കാര്യമില്ല, ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് ലഹരി കടത്ത് നടക്കുന്ന ഒരു സ്ഥലമാണ് അത്. നമ്മൾ സാധാരണഗതിയിൽ വിദേശ മദ്യമോ മറ്റുള്ള കുടിക്കുന്നതാണെങ്കിൽ നമുക്കത് സാധാരണ ഗവൺമെൻറ് അത് ലൈസൻസ്ഡായിട്ടുള്ള കാര്യങ്ങളാണ്. സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറും ഇങ്ങനെ. അല്ല, MDMA ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന വെച്ചാൽ ഒരു എക്സൈസുകാരൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറും അവൻ ആ ഒരു മന്ദിപ്പായിട്ടും ഒരു വയലൻ്റ് ആകുന്ന സ്വഭാവം മറ്റുള്ള രീതിയിലൊക്കെയാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് എന്നോട് പറഞ്ഞു. അതുമാത്രമല്ല, പല ലേഖനങ്ങളും ഞാൻ വായിച്ചപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. അതിൻ്റെ ആ കെമിസ്ട്രി ആയിട്ടുള്ള ആളുകളും മറ്റെല്ലാവരും ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും. ഇതിൽ നിന്നൊരു മുക്തി ഇനി ഉണ്ടാവുമോ? അല്ലെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി എന്താണ് ക്ലാസ്സുകൾ കൊടുത്തിട്ട് കാര്യമുണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു വലിയ ഈ സമൂഹത്തിൽ വലിയ വിവരണം നൽകിയതുകൊണ്ട് കാര്യമുണ്ടോ? വിവരണം അറിഞ്ഞത് കൊണ്ട് മാത്രമൊന്നുമില്ല. അപ്പം ഇപ്പം ഞാനായാലും ആരെന്തു പറയുന്നതല്ല ഇവിടുത്തെ വിഷയം, ആരെന്തു പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ആ പ്രവർത്തനത്തിൽ നമ്മളിതിനെ ചെറുക്കാൻ കഴിയുന്നതിന് ചെറുത്ത് തോൽപ്പിക്കാനും പ്രതിരോധിക്കാനും കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി എല്ലാ സർവകക്ഷി യോഗമൊക്കെ വിളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് എല്ലാ സർവകക്ഷി യോഗങ്ങൾ വിളിച്ച് അവരുടെ, പക്ഷെ അതിങ്ങനെ വെറുതെ പറച്ചിലായിട്ട് പോയിട്ട് കാര്യമില്ല.
അപ്പൊ പറഞ്ഞറിവും കേട്ടറിവും കൊണ്ട് മാത്രം കാര്യമില്ല, ഇത് പ്രവൃത്തിയിൽ വരുത്തണമെന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും ഇത് പ്രാവർത്തിക മണ്ഡലത്തിൽ അത് കൊണ്ടുവരണം. നമ്മളൊരു തീരുമാനം എടുത്തിട്ട് കടലാസിൽ എഴുതി വെക്കുകയല്ല വേണ്ടത്, ആ തീരുമാനങ്ങൾ നടപ്പാക്കിയിരിക്കണം. അവിടെയാണ് നമ്മളിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞ പോലെ ഓരോ പഞ്ചായത്തുകളിലും അതിൻ്റെതായ ക്ലബ്ബുകൾ രൂപീകരിക്കണം, നല്ല നല്ല ക്ലബ്ബുകൾ. അതിനോടൊപ്പം തന്നെ നല്ല നല്ല രീതിയിലുള്ള ഒരു സമ്പർക്കം, പരസ്പര ഒരു സമ്പർക്കം അല്ലേ, അതൊക്കെയല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ, നമ്മുടെ ഇപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നത്, ഇപ്പോൾ കേരളത്തിൽ പോലെ ഇപ്പോൾ ഓരോ സ്ഥലത്തും കുടുംബശ്രീ വാർഡുകൾ കൂടാതെ കുടുംബശ്രീകളുണ്ട്. കുടുംബശ്രീകൾക്കുള്ളിൽ തന്നെ അയൽക്കൂട്ടങ്ങളുണ്ട്. ഈ അയൽക്കൂട്ടങ്ങളൊക്കെ ഫലവത്തായിട്ട് പ്രവർത്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനെതിരെ അയൽക്കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ 10-60 വീടുകളുള്ളതാണ്. അതൊക്കെ ഇപ്പോൾ പ്രാബല്യത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ചതാണ് അയൽക്കൂട്ടങ്ങളിലൊക്കെ. അതെല്ലാം ഇത് ഫലവത്തായിട്ടും ഈ സാമൂഹ്യ വിപത്തിനും ഈ സാമൂഹ്യ ദൂഷ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ അവർക്കൊക്കെ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതിനുള്ള ഇച്ഛാശക്തി ഉണ്ടാകണം.